അയ്യപ്പൻ മഹർഷിയെ കൊന്ന ഉടവാൾ ഇന്നും എരുമേലിയിലെ പുത്തൻ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എരുമേലി പണ്ട് ഒരു നിബിഡ വനമായിരുന്നു. പന്തള രാജ്യത്തുള്ള ഈ പ്രദേശത്ത് മഹർഷിയുടെ ഉപദ്രവം ശക്തമായിരുന്നു. മഹർഷി നിഗ്രഹത്തിനായി മണികണ്ഠൻ എരുമേലിയിൽ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അകലെ നിന്നും ഒരു വെളിച്ചം കണ്ട മണികണ്ഠൻ അങ്ങോട്ട് ചെന്നു. തേജസ്വിയായ ഒരു യുവാവ് വീടിന് നേരെ നടന്നുവരുന്നത് കണ്ട മുത്തശ്ശി മണികണ്ഠനെ സ്വീകരിച്ചു. ഭക്ഷണവും വരാന്തയിൽ അന്തിയുറങ്ങാൻ ഉള്ള സൗകര്യവും ചെയ്തു നൽകി. രാത്രി പുറത്ത് ഇറങ്ങരുത് എന്നും മഹർഷി കണ്ടാൽ അപകടം ആവും എന്നും മുത്തശ്ശി മുന്നറിയിപ്പ് നൽകി. ഇതെല്ലാം കേട്ട് അയ്യപ്പൻ പുഞ്ചിരിച്ചു. രാത്രി വനത്തിൽ നിന്നും മഹർഷിയുടെ അട്ടഹാസം കേട്ടു തുടങ്ങി. വാളും എടുത്ത് മണികണ്ഠൻ ശബ്ദം കേട്ട് ഇടം ലക്ഷ്യമാക്കി നടന്ന് മഹർഷിയെ കണ്ടെത്തുകയും ഇരുവരും കൂടി നടന്ന ഘോരയുദ്ധത്തിന് ഒടുവിൽ മഹർഷിയെ വധിക്കുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ ഭയന്ന് വാതിൽ തുറന്ന മുത്തശ്ശി കണ്ടത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന യുവാവിനെയാണ്. അയ്യപ്പൻ താൻ ആരാണെന്നും വെളിപ്പെടുത്തി. മഹർഷിയെ നിഗ്രഹിച്ച ആ വാൾ മുത്തശ്ശിക്ക് നൽകി. ആ വാൾ ഇവിടെ ഉള്ള കാലം എന്റെ സംരക്ഷണത്തിലായിരിക്കും ഈ കുടുംബം എന്ന് അനുഗ്രഹിച്ചു അയ്യപ്പൻ.